ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ്സാണ്. യെസ്, ഓടെ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ മക്കളെ, 10 മിനിറ്റ് കൊണ്ട് കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ മിസ്സിനെ നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് 100% ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, എല്ലാം പഠിക്കണം, എന്തെല്ലാം പഠിക്കണം, എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞുതരാം. സോ ഗെറ്റ് സെറ്റ് റെഡി, ലെറ്റ്സ് ബിഗിൻ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ, ഈ ഒരു ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവരുത്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതേതാണ് ഈ അപ്പാരറ്റസ്, ഇതേതാണ് ഈ ഉപകരണം എന്ന് പറയുന്നത്? ഈ ഉപകരണമാണ് നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണൽ അല്ലേ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ ഒരു പേരേ ഉള്ളൂ, നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണലാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് മിക്സേഴ്സ് ദാറ്റ് ആർ സെപ്പറേറ്റഡ് യൂസിങ് ദിസ് അപ്പാരറ്റസ്. ഈ ഉപകരണം ഉപയോഗിച്ച് വേർതിരിക്കുവാൻ സാധിക്കുന്ന മിശ്രിതത്തിന്റെ 2 സവിശേഷതകൾ എഴുതണം. എന്തൊക്കെയാണ് 2 സവിശേഷതകൾ എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് പറയാം അല്ലേ, ഇപ്പോ നമ്മൾ ആരെയാണ് ഇതുവഴി നമ്മൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? കെറോസിൻ ആൻഡ് വാട്ടർ. ആരെയാണ്? കെറോസിൻ ആൻഡ് വാട്ടർ എന്ന് പറയാം. മണ്ണെണ്ണയും വെള്ളവും എന്താ ഇവരുടെ പ്രത്യേകത? ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മണ്ണെണ്ണയും കുറച്ച് വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും അല്ലേ. വെള്ളം താഴെ കിടക്കും, മണ്ണെണ്ണ മേലെ കിടക്കും. 2 പേരും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. കാരണം എന്താ? ഇവർ പരസ്പരം മിക്സ് ചെയ്യില്ല. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളാ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആയിരിക്കണം. ശരിയല്ലേ? പരസ്പരം കലരാത്ത 2 ദ്രാവകങ്ങളായിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരിക്കും? നോക്കിക്കേ, നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് നമ്മൾ മണ്ണെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതത്തെ മിക്സ്ചറിനെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കൂടിയ വെള്ളം താഴെ വരും. ശരിയല്ലേ? ഇനി ഡെൻസിറ്റി കുറഞ്ഞ മണ്ണെണ്ണ മേലെ വരും. ശരിയല്ലേ? അപ്പം നമുക്ക് പറയാം, ഈ 2 ലിക്വിഡ്സ് തമ്മിൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി അല്ലേ, സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകണം. അപ്പൊ 2 കണ്ടീഷൻസ് നമുക്ക് പറയാം. ഒന്ന്, ഇമ്മിസിബിൾ ലിക്വിഡ്സ്, പരസ്പരം കലരാത്ത ദ്രാവകങ്ങളായിരിക്കണം. 2, അവിടെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വേണം അല്ലേ, അവരുടെ സാന്ദ്രതയിൽ വ്യത്യാസം വേണം. ഈ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവരെ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കാം. ഇനി നോക്കിക്കേ, ഈ ഉപകരണം ഉപയോഗിച്ച് വേർതിരിക്കാൻ സാധിക്കുന്ന മറ്റൊരു മിശ്രിതം, അനദർ മിക്സ്ചറിന് എക്സാമ്പിൾ പറയാം. കെറോസിൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കുക. പക്ഷേ സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ, അതായത് ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന വഴികൾ നിങ്ങൾ പഠിക്കാതെ പോയാൽ കെമിസ്ട്രിക്ക് പൊട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പൊട്ടാൻ പാടുണ്ടോ? നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം സാമ്പിൾ മോളിക്യൂൾസ് ആർ ഗിവൺ. ചില തന്മാത്രകളുടെ സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? എൻ്റെ കുട്ടികൾ ആലോചിച്ച് നോക്കിക്കേ. 5H2O എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ, ഒരു ജലതന്മാത്രയിൽ 3 ആറ്റങ്ങളുണ്ട്. ഇവിടെ 5 ജലതന്മാത്ര, 5 വാട്ടർ മോളിക്യൂൾ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 5 × 3 ചെയ്യുക, 15 ആറ്റങ്ങൾ. ഇനി നോക്കിക്കേ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബണും 3 ഓക്സിജനും ചേർന്ന് 3 ആറ്റങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പം 4 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും? 4 × 3 12 ആറ്റങ്ങൾ ഉണ്ടാവും. ഇനി 10 കോപ്പർ സൾഫേറ്റ്. ഒരു കോപ്പർ സൾഫേറ്റിൽ എൻ്റെ കുട്ടികൾ ആലോചിച്ചേ, ഒരു കോപ്പർ, ഒരു സൾഫർ, 4 ഓക്സിജൻ. അപ്പം 4 × 2 6 ആറ്റങ്ങളാണ് ഒരു കോപ്പർ സൾഫേറ്റിലുള്ളത്. അപ്പം 10 കോപ്പർ സൾഫേറ്റ് ആകുമ്പോൾ 10 × 6 60 എന്ന് പറയാം, 60 ആറ്റങ്ങളുണ്ട്. ഇനി സൾഫ്യൂരിക് ആസിഡ്, ഒരു സൾഫ്യൂരിക് ആസിഡിൽ എത്ര ഉണ്ടാകും? ഒന്ന് പറഞ്ഞേ. ഒരു സൾഫ്യൂരിക് ആസിഡ് 2 ഹൈഡ്രജൻ, 1 സൾഫർ, 4 ഓക്സിജൻ അല്ലേ. 4 × 1 5 × 2 7 ആറ്റങ്ങളുണ്ട്. നമ്മൾ 3 സൾഫ്യൂരിക് ആസിഡിനെ എടുത്തിട്ടുള്ളത്. അപ്പം 3 × 7 21 ആറ്റങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ലാസ്റ്റ് വൺ 5N2. ഒരു N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ ആറ്റങ്ങളാണ് അല്ലേ. അപ്പം നോക്കിക്കേ, ഒരു നൈട്രജൻ മോളിക്യൂളിൽ, ഒരു നൈട്രജൻ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ. ഇവിടെ 5 നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. സോ 5 × 2 10 ആറ്റങ്ങളാണ്. ഇനി നിങ്ങൾ തന്നെ പറ, എവിടെയാ? സാമ്പിൾ സി അല്ലേ. നോക്കിക്കേ, ഏറ്റവും കൂടുതലുള്ളത് സാമ്പിൾ സിയിലാണ്. ഇനി
സാമ്പിൾ സിയിലെ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം. എടാ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ആറ്റങ്ങളുടെ എണ്ണമാണ് അല്ലെ. മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പർ സൾഫേറ്റ് ആണ് അല്ലെ. ഒരു കോപ്പർ, ഒരു സൾഫർ, 4 ഓക്സിജൻ, ഇതൊക്കെ കൂടെ ചേരുമ്പോഴാണ് ഒരു മോളിക്യൂൾ ഓഫ് കോപ്പർ സൾഫേറ്റ്, ഒരു കോപ്പർ സൾഫേറ്റ് തന്മാത്രയെ കിട്ടുന്നത്. അങ്ങനെ എത്ര തന്മാത്രയെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്? 10 തന്മാത്രകളെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ മൊത്തത്തിൽ 10 തന്മാത്രകൾ. ശരിയല്ലേ? 10 മോളിക്യൂൾസ് ആണുള്ളത്. ഇനി സാമ്പിൾ ഇയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് നോക്കിക്കേ. സാമ്പിളിയിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എൻ്റെ കുട്ടികൾ നോക്കിക്കേ. ദാ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ ഒരു നൈട്രജൻ അല്ലേ. അപ്പൊ ഇതേപോലെ 5 N2 ആണ് ഇവിടെ ഉള്ളത്. 5 നൈട്രജൻ മോളിക്യൂൾ, 5 നൈട്രജൻ തന്മാത്രകളാണുള്ളത്. സോ മക്കളെ ഈ തന്മാത്രകളെ കണ്ടുപിടിക്കുക, എണ്ണം കണ്ടുപിടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഹാ, ദ ക്ലാസിക് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. എങ്ങനെയാ ഓരോ മൂലകങ്ങൾക്ക് എങ്ങനെ പേര് വന്നു, എലമെന്റുകൾക്ക് എങ്ങനെയാണ് നെയിം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പൊളോണിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോളണ്ട് എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്നാണ് പേര് വന്നിട്ടുള്ളത്. ക്രോമിയം എന്ന് പറയുമ്പോൾ ക്രോം കളറിൽ നിന്നാണ് അതിന് പേര് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് പറയാം ക്രോമിയത്തിന്റെ സിമ്പൽ എന്താ? ക്യാപിറ്റൽ C സ്മോൾ ലെറ്റർ R. ഇനി ക്യൂരിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സയന്റിസ്റ്റിന്റെ നെയിമിൽ നിന്നാണ് അവന് പേര് കിട്ടിയത് അല്ലേ. ശാസ്ത്രജ്ഞ ആരാ? മേരി ക്യൂറിയുടെ നെയിമിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് നോക്കിക്കേ മക്കളെ, പ്ലൂട്ടോയുടെ പേരിൽ നിന്ന് പേര് കിട്ടിയത് ആരാ? പ്ലൂട്ടോയുടെ പേരിൽ നിന്ന് കിട്ടിയ മൂലകത്തിന്റെ പേര്, പ്ലൂട്ടോയുടെ പേര് വെച്ചിട്ട് നമ്മൾ നെയിം ചെയ്ത ഒരു എലമെന്റ് ചെയ്ത ആള് പ്ലൂട്ടോണിയം. ശരിയല്ലേ? പ്ലൂട്ടോണിയം. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഇവരെയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. സോഡിയം എടുത്താൽ നെട്രിയം എന്ന ലാറ്റിൻ നെയിം, പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ കാലിയം എന്ന ലാറ്റിൻ നെയിമാണ്, കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കുപ്രം എന്ന ലാറ്റിൻ നെയിം, അയൺ എടുത്താൽ ഫെറം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് പേര് വന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെനി മിനറൽസ് ആർ പ്രസന്റ് ഇൻ ഓർഡിനറി വാട്ടർ. സാധാരണ ജലത്തിൽ നിരവധി ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിച്ച് ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ടു റിമൂവ് ദ മിനറൽസ് ആൻഡ് ഒബ്റ്റെയിൻ പ്യുവർ വാട്ടർ. മക്കളെ ഈ ലവണങ്ങളെ വേർതിരിച്ച് ശുദ്ധജലമാക്കി മാറ്റാൻ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? നമ്മൾ കുടിക്കുന്ന വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ. ഏത് മെത്തേഡാണ്? യെസ്, ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന മെത്തേഡാണ് അല്ലേ. അതായത് നമ്മുടെ വെള്ളത്തിൽ നിന്നും ലവണങ്ങളെ വേർതിരിക്കാൻ, വാട്ടറിൽ നിന്നും മിനറൽസിനെ റിമൂവ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴിയാണ്. സോ നോക്കിക്കേ, ഏത് ടൈപ്പ് മിക്സറിലാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക? ഏത് ടൈപ്പ് മിക്സറിലാണ് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞേ. നമുക്കറിയാം അല്ലേ, 2 ആൾക്കാർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ്, ഒരു മിക്സർ എടുത്തു. ആ മിക്സറിൽ 2 കമ്പോണന്റ് ഉണ്ട്, എയും ബിയും. ഒരാളുടെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസാ, മറ്റേയാളുടേത് 50 ഡിഗ്രി സെൽഷ്യസാ. അതായത് 2 ആൾക്കാരുടെ ബോയിലിംഗ് പോയിന്റ്, തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസം, ബിഗ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ശരിയല്ലേ? യെസ്. ഇനി അതേപോലെ തന്നെ ഒരാൾ വൊളറ്റൈലും മറ്റേയാൾ നോൺ വൊളറ്റൈലും ആകുമ്പോൾ ഒരാൾ ലയിക്കും, മറ്റേയാളെ ലയിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിക്കാൻ സാധിക്കും. നോട്ട് ചെയ്ത് വെക്കണേ. ഇനി വാട്ടർ പ്യൂരിഫൈഡ് ബൈ ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതുവഴി കിട്ടുന്ന ജലമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇത് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങൾ, റൈറ്റ് 2 ഇൻസ്റ്റൻസസ്. എവിടെയൊക്കെ ഉപയോഗിക്കാം? ഇഞ്ചക്ഷൻ ഉപയോഗിക്കും അല്ലേ, മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 യൂസിൽ എഴുതിക്കോ. പക്ഷേ മക്കളെ, മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷനും അതേപോലെ തന്നെ നമ്മുടെ ഓരോ മൂലകങ്ങൾക്ക് പേര് വന്നതും അവരുടെ ആറ്റങ്ങളുടെ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും പഠിക്കാതെ എൻ്റെ കുട്ടികൾ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബന്ധം എന്താണ് എന്നൊന്ന് ആലോചിച്ച് കണ്ടെത്തിയിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. എന്നിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ എൻ്റെ കുട്ടികൾ ആരും മറക്കരുത്. സോ മക്കളെ, മറ്റൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. എൻ്റെ കുട്ടികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും എൻ്റെ കുട്ടികൾ എഴുതണം. ടാറ്റാ, ബൈ ബൈ, സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ബൈ.